വെൽക്കം ടു ലിസ ബിസിനസ് കേരള. ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസുകളാണ് നമ്മൾ ഈ ചാനലിൽ അവതരിപ്പിക്കുന്നത്. ഈ ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് ഒരു ബിസിനസ്സുകാരനാകാനും ബിസിനസ്സുകാരിയാകാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് സാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ബിസിനസ് മാർക്കറ്റ് ചെയ്യുന്നതിനും എങ്ങനെ ബ്രാൻഡ് ചെയ്യണം, എങ്ങനെ പ്രോഡക്റ്റ് കണ്ടെത്തണം എന്നുള്ള എല്ലാ കാര്യങ്ങളും ഈ ചാനൽ വഴി നിങ്ങൾക്ക് നമ്മൾ പറഞ്ഞു തരുന്നുണ്ട്. അത് ഫോളോ ചെയ്യുന്നത് വഴി നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഒരു ബിസിനസ്സുകാരനാകാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ മാർക്കറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ലിസ ആപ്ലിക്കേഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾക്കൊരു കമ്മ്യൂണിറ്റി രൂപീകരിച്ചുകൊണ്ട് നിങ്ങളുണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ കമ്മ്യൂണിറ്റിയിലൂടെ മാർക്കറ്റ് ചെയ്ത് നിങ്ങൾക്ക് വരുമാനം വീടുകളിൽ തന്നെ കണ്ടെത്തുവാൻ സാധിക്കും. അതെന്തോ പ്രോഡക്റ്റും ആയിക്കോട്ടെ, നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ നിർമ്മിക്കുന്ന, നിങ്ങളുടെ ചെറിയ സൗകര്യത്തിൽ നിർമ്മിക്കുന്ന എന്ത് പ്രോഡക്റ്റുകളും മാർക്കറ്റ് ചെയ്യാൻ ലിസ ആപ്ലിക്കേഷൻ സഹായിക്കും. അതിനുവേണ്ട എല്ലാ ഹെൽപ്പുകളും ഈ ചാനൽ വഴി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ പ്രോഡക്റ്റുകൾ നിർമ്മിക്കാൻ തയ്യാറായിട്ട് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ വാട്സപ്പ് വഴിയുള്ള മെസ്സേജ് വഴി നിങ്ങൾക്ക് അതിനുവേണ്ട മാർഗ്ഗനിർദ്ദേശങ്ങൾ തരുന്നുണ്ട്. എങ്ങനെയാണ് പ്രോഡക്റ്റ് നിർമ്മിക്കുന്നത്, എങ്ങനെയാണ് പ്രോഡക്റ്റ് കണ്ടെത്തുന്നത് എന്നുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നിങ്ങളോട് പറയുന്നുണ്ട്. ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യം, നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും കസ്റ്റമേഴ്സാണ് നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടത്. കസ്റ്റമേഴ്സിനെ എങ്ങനെ നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്യണം, എങ്ങനെ അവരെ നമ്മൾ പരിഗണിക്കണം എന്നതിനെ ബേസ് ചെയ്താണ് നമ്മളുടെ ബിസിനസ് മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കസ്റ്റമറാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും രാജാവ്. നല്ല പ്രോഡക്റ്റുകൾ അവരിലേക്ക് എത്തിക്കുക, ശുദ്ധമായ പ്രോഡക്റ്റുകൾ അവർക്ക് ഉപയോഗിക്കാനായിട്ട് നമ്മൾ കണ്ടെത്തി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. സ്റ്റാഫുകളെ തിരഞ്ഞെടുക്കുന്നതിലും അവരെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലും നല്ല രീതിയിലുള്ള ശ്രദ്ധ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അത് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ബിസിനസ്സിനെ ബാധിക്കും. ചിലപ്പോൾ ബിസിനസ് പോലും നിന്നു പോകേണ്ട സാഹചര്യം ഉണ്ടാകും. അതാണ് പ്രധാനമായിട്ടും ഇന്ന് ഈ വീഡിയോ വഴി നമ്മൾ പറയുന്നത്. അതിന് ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ കോട്ടയത്ത് നമ്മുടെ പരിസര പ്രദേശത്തുണ്ടായ ഒരു പ്രശ്നമാണ്. ഒരു ബാർ ഹോട്ടലിൽ ഒരു കസ്റ്റമർ സംശയം ചോദിച്ചപ്പോൾ ആ കസ്റ്റമറെ ട്രീറ്റ് ചെയ്ത ഒരു സന്ദർഭമാണ് നമ്മളിവിടെ നിങ്ങളോട് പറയുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സ് എന്ത് സംശയം ചോദിച്ചാലും ചിലപ്പോൾ അവരുടെ ഭാഗത്തു നിന്നും വിപരീതമായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കാം ഉണ്ടാകുന്നത്, അനുകൂലമായിട്ടുള്ള പ്രതികരണങ്ങളായിരിക്കില്ല. അതിനെയെല്ലാം സമചിത്തതയോടെ കൈകാര്യം ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഏതൊരു സ്ഥാപനത്തിൻ്റെ ശക്തിയും ബലവും. അതില്ലെങ്കിൽ ആ സ്ഥാപനം തന്നെ പൂട്ടിപ്പോകുന്ന സാഹചര്യം വരും. കോട്ടയത്തുണ്ടായ ഒരു സംഭവമാണ് നമ്മൾ എടുത്തു കാണിക്കുന്നത്. ആ കസ്റ്റമർ സംശയം ചോദിച്ചപ്പോൾ അവരെ ഗ്ലാസ് കൊണ്ട് എറിഞ്ഞ് കൊല്ലാൻ ശ്രമിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായി. ആ സന്ദർഭം ഒരിക്കലും ഒരു സ്ഥാപനത്തിന് യോജിച്ചതല്ല. ആ ഒരു വീഡിയോ ആണ് നിങ്ങളെ ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. നിങ്ങൾ വീഡിയോ കാണുക. ഇപ്പോൾ നമ്മൾക്ക് എങ്ങനെയാണ് ഒരു സ്ഥാപനം മുമ്പോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.